കോൺഗ്രസിനെ കുരുക്കിലാക്കിയ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി കുടുങ്ങി. അദ്ദേഹത്തിന് DC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇന്നലെ LDFന് തുടർഭരണം, BJPക്ക് 60 മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം എന്നിങ്ങനെ പോകുന്നു പാലോട് രവിയുടെ പ്രവചനങ്ങൾ. സംസ്ഥാനത്ത് BJP വളർച്ചയിൽ നഷ്ടമാകുന്നത് കോൺഗ്രസ് വോട്ടുകൾ മാത്രമാണോ എന്ന് പരിശോധിക്കുകയാണ് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ പാലോട്ടേക്ക് മടങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഒബ്സർവറിൻ്റെ കാര്യം എന്താണ്? SKN പാലോട് രവിക്ക് ഇന്നലെയാണ് തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അദ്ദേഹം പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ഈ വാക്കുകൾ പറഞ്ഞത്, ബ്ലോക്ക് സെക്രട്ടറിയോട് പറഞ്ഞതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പക്ഷേ എന്തായാലും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അവമതിപ്പുണ്ടാക്കുന്ന വാക്കുകൾ തന്നെയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി സംസ്ഥാനത്ത് 60 മണ്ഡലങ്ങളിൽ BJP വലിയ ശക്തിയായി മാറുകയും ചെയ്യും എന്നും പാലോട് രവി പറഞ്ഞിരുന്നു. LDFന് തുടർഭരണം എന്നൊക്കെയുള്ള കാര്യങ്ങളും പാലോട് രവിയുടെ വാക്കുകളിലുണ്ട്. പക്ഷേ ഏതായാലും ഈ BJP ശക്തിപ്പെടും എന്നുള്ള, BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് നിരവധി പ്രവർത്തകർ പോകും എന്നാണ് പാലോട് രവി പറഞ്ഞത്. അങ്ങനെ ഈ BJPയുടെ കേരളത്തിലെ വളർച്ച അത് സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും വളരെ സജീവമാണ്. ഏതായാലും BJPയുടെ ഒരു ഗ്രാഫ് കേരളത്തിൽ പരിശോധിച്ചാൽ BJP ഓരോ തെരഞ്ഞെടുപ്പുകളിലും ക്രമാനുഗതമായ വളർച്ച ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം, അത് വോട്ട് വിഹിതത്തിൻ്റെ കാര്യത്തിൽ, വോട്ട് ശതമാനത്തിൻ്റെ കാര്യത്തിൽ, നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കുമൊക്കെ ഇപ്പോൾ വിജയിക്കാൻ BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തെ കയ്യിലുണ്ടായിരുന്ന ഏക സീറ്റാണ്. അത് നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ആദ്യമായി സംസ്ഥാനത്ത് താമര വിരിയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നിലയിൽ BJP കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി അവരുടെ വോട്ട് വിഹിതത്തിൽ, വോട്ട് ശതമാനത്തിലൊക്കെ വർധനവ് വരുത്തുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ, അപൂർവം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് അവർ പ്രതീക്ഷിച്ച നിലയിലുള്ള മുന്നേറ്റം കൈവരിക്കാൻ കഴിയാത്തത്. എന്നാൽ ഇതിന് പിന്നിൽ കോൺഗ്രസ് വോട്ടുകൾ മാത്രമാണോ? നമ്മൾ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലെയും BJPയുടെ ഒരു വളർച്ചയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ അത് UDFൻ്റെ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രമല്ല, ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ തിരിച്ചടിയായിട്ടുണ്ട്. ഇപ്പോൾ നേമം മണ്ഡലത്തിലെ കാര്യമെടുത്താൽ 2016 O രാജഗോപാൽ വിജയിച്ച മണ്ഡലമായിരുന്നു. അന്ന് UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് V സുരേന്ദ്രൻപിള്ള പിന്തള്ളപ്പെടുകയും ചെയ്തു. UDFൻ്റെ വോട്ടുകളിൽ ഗണ്യമായ ചോർച്ച അത്തവണ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെത്തിയാലും അതേ നിലയിൽ തന്നെയാണ്. അവിടെയും UDFൻ്റെ വോട്ടുകളിലാണ് കാര്യമായ കുറവ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ LDFൻ്റെ പല കോട്ടകളിലും വോട്ടുകൾ, CPIMൻ്റെയും LDFൻ്റെയും വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നതും കാണാതിരിക്കാൻ കഴിഞ്ഞുകൂടാ. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ചപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം, കാട്ടാക്കട തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ എടുത്താൽ അവിടെ 2ാം സ്ഥാനത്തേക്ക് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം നോക്കിയാൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംസ്ഥാനത്ത് ഏതാണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേയും കൂടെ നോക്കിയാൽ 9 മണ്ഡലങ്ങളിൽ ഇപ്പോൾ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 11 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുകയും 8 മണ്ഡലങ്ങളിൽ BJP കഴിഞ്ഞ തവണ രണ്ടാമതെത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ ഇത്തവണ ഏതാണ്ട് 20 മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന പ്രതീക്ഷ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനമായിരിക്കുമെന്നും പറയുന്നുണ്ട്. അത് ഈ LDFൻ്റെ വോട്ടുകളിലും ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ ആറ്റിങ്ങൽ, കാട്ടാക്കട, ഹരിപ്പാട്, കായംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ വോട്ട് ശതമാനം നമ്മൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ വോട്ട് വിഹിതം എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നത്. അത് പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിലൊക്കെ ഈഴവ വോട്ട് ബാങ്കുകളിൽ വലിയ കടന്നുകയറ്റം BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് BDJS വഴിയൊക്കെ ആ നിലയിലുള്ള ഒരു വോട്ട് സമാഹരണം, വോട്ട് വിഹിതത്തിലുള്ള ചോർച്ച LDFൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് കാണാതിരുന്നുകൂടാ. UDFൻ്റെ ഭാഗത്തു നിന്നും ആ നിലയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ട്. ഉത്തര കേരളത്തിലേക്ക് എത്തിയാൽ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളാണ് നേരത്തെ മുതൽ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. അവിടെ CPIയിലെ ഡോക്ടർ A സുബ്ബറാവു വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. സമീപകാലത്ത് CH കുഞ്ഞമ്പു CPIM സ്ഥാനാർത്ഥിയായി മത്സരിച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നത്, അതിർത്തി മണ്ഡലം. പക്ഷേ അവിടെ പിന്നീട് CPIM 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കാഴ്ചയാണ് കാണപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJP സ്ഥാനാർത്ഥി ജയിക്കും എന്ന ഒരു ഘട്ടം വരുമ്പോൾ LDF വോട്ടുകൾ അത് BJPക്ക് അനുകൂലമായി ചെയ്യുന്നു എന്നുള്ള BJPയുടെ ആരോപണമുണ്ട്. അതിനെ ഏതാണ്ട് ശരിവയ്ക്കും വിധമൊക്കെ നേരത്തെ CPIMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞിരാമൻ പറഞ്ഞിട്ടുമുണ്ട് നേരത്തെ ഒരിക്കൽ. അത് ആ നിലയിൽ, അതായത് LDFൻ്റെ വോട്ടുകൾ ചോരുന്നുണ്ട് എന്ന കാര്യം. ഏതായാലും LDFനും UDFനും
സംബന്ധിച്ചും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തിരുവനന്തപുരം DCC പ്രസിഡന്റിൻ്റെ വാക്കുകളിലൂടെ ഈ അഭിപ്രായം പരസ്യമായി പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നേതാക്കളൊക്കെ അത് രഹസ്യമായൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. തങ്ങളുടെ വോട്ട് ബാങ്കുകളിൽ ചോർച്ചയുണ്ടാകുന്നുണ്ട് എന്ന കാര്യം അത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നത് കേരളം കാണാൻ പോകുന്നതേയുള്ളൂ. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ.